ഹലോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിലാണ്, പാലക്കാട്. അപ്പോൾ ഞാനും എൻ്റെ 2 പിള്ളേരും പിന്നെ ശ്യാമിൻ്റെ അമ്മയും കൂടെയാണ് പാലക്കാട് വന്നേക്കുന്നത്. വേറൊന്നുമില്ല, ചുമ്മാ വെക്കേഷനൊക്കെ അല്ലേ, ഒന്ന് അടിച്ച് പൊളിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നു. ശ്യാമിന് തിരക്കായതുകൊണ്ട് വരാത്തതാണ്, എനിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അമ്മേനെയും കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാനും എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും അമ്മയും പിള്ളേരും എല്ലാവരും കൂടെ നേരെ മാസാണിയമ്മൻ്റെ ക്ഷേത്രത്തിൽ പോവുകയാണ്, ആനമലയിലാണ്. അപ്പോൾ ഞാൻ എപ്പോൾ പാലക്കാട് വന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊന്ന് പോയി തൊഴാറുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് നോക്കുന്ന ആളാണ് എൻ്റെ ചേട്ടത്തിയമ്മ. പക്ഷെ ഞാനും എൻ്റെ ചേട്ടത്തിയമ്മയും തമ്മിൽ അങ്ങനെ ഒരു റിലേഷനല്ല, നല്ല ഫ്രണ്ട്ഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴാൻ വേണ്ടി കയറി. ഇതാണ് മാസാണിയമ്മൻ ടെമ്പിൾ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടെമ്പിളാണ്. ഞങ്ങൾ പോയെന്നെന്തോ വ്യാഴാഴ്ചയും കണ്ടായതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ ഇതാ കിടക്കുന്നു മാങ്ങയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പുരട്ടി അങ്ങ് വെച്ചേക്കാണ്. അപ്പോൾ അതും കൂടെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് കമ്പംകൂള് കിട്ടി കേട്ടോ. തമിഴ്നാട്ടിൽ മാത്രം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഞാൻ കുടിച്ച് ശീലമുള്ളൊരു സാധനമാണ് കമ്പംകൂള്. അതർ സ്റ്റേറ്റിൽ എനിക്കുണ്ടോയെന്ന് അറിയില്ല, കേരളത്തിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ വയറ് നിറയെ അത് കുടിച്ചു കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവുണ്ട് കേട്ടോ, ഒത്തിരി റേറ്റൊന്നുമില്ല. ഞങ്ങൾ 6 എണ്ണം എങ്ങാണ്ട് കുടിച്ചിട്ട് 130 എങ്ങാണ്ടേ വന്നുള്ളൂ കേട്ടോ.